Hi, good evening. Good Good evening, evening, sir. sir. Good evening, sir. Good evening, sir. Thank you so much. Good evening, sir. Good evening, sir. Good evening. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ആകർഷണ ശക്തി അഥവാ കാന്തശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റിയെ വർദ്ധിപ്പിക്കുന്നതിനുള്ള സ്റ്റെപ്പുകളാണ്. അത് നമ്മൾക്ക് പലർക്കും അറിവില്ലാത്ത കാര്യങ്ങൾ ആയിരുന്നു പലതും. ഇതുവരെയും നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും സത്യത്തിൽ യൂണിവേഴ്സിന്റെ ആ ഒരു സിസ്റ്റത്തിന് പ്രതികൂലമായി നിൽക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിച്ചതുപോലുള്ള ഒരു ഇംപ്രൂവ്മെന്റ് നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കും. പക്ഷേ നമ്മുടെ പ്രവർത്തനങ്ങളും ചിന്തകളും സംസാര രീതികളും എല്ലാം യൂണിവേഴ്സൽ സിസ്റ്റത്തിന് വിരുദ്ധമായി നിൽക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആയി മാറാത്തത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുവാനുള്ളത്. ഈ ഒരു പോർഷൻസ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ആവർത്തിച്ച് കേട്ടുകൊണ്ട്, ഞാനത് യൂട്യൂബിൽ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ആവർത്തിച്ച് കേട്ടുകൊണ്ട് അതിന് പിന്നിലെ ആ ഒരു പോയിന്റ്സ് കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുവാനുള്ളത്. കാരണം നമ്മുടെ ജീവിതം അത് ഒരിക്കലും നമ്മൾ കരുതരുത് അത് മറ്റുള്ളവരുടെ കൈകളിലാണ് എന്നുള്ളത്. ഇത് നമുക്ക് വേണ്ടിയുള്ള ഒരു ജീവിതമാണ്. അപ്പോൾ നമ്മളാണ് ഇതിന്റെ ഇൻചാർജ്. നമ്മുടെ ജീവിതത്തിന്റെ ഇൻചാർജ് ഇത് എങ്ങനെ പോകണം എന്ന് നിശ്ചയിക്കുന്നത് നമുക്കാണ്. അപ്പൊ ഈ അറിവുകൾ നമ്മൾ നേടിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ കൃത്യമായി സിസ്റ്റമാറ്റിക്കായിട്ട് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ ഒരു അവസരം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഏതാനും സെഷൻസിലായി മനസ്സിലാക്കിയതാണ് നമ്മുടെ സംസാര രീതിയും നമ്മുടെ ചിന്തകളും നമ്മുടെ ശ്രദ്ധയും ഒക്കെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്നുള്ള കാര്യം. നമ്മുടെ സംസാര രീതി കൃത്യമായി ഉയർന്ന ക്വാളിറ്റിയുള്ള വാക്കുകളാകുമ്പോൾ സ്വാഭാവികമായും അത് നമ്മുടെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, ഒരു ഹ്യൂമൻ എന്നുള്ള രീതിയിലുള്ള നമ്മുടെ ഒരു വൈബ്രേഷൻ, എല്ലാം വൈബ്രേഷനിലാണ്. എല്ലാത്തിനും ഒരു കാന്തശക്തിയുണ്ട്, എല്ലാത്തിനും ഒരു വൈബ്രേഷണൽ ശക്തിയുണ്ട്, എല്ലാം ഫ്രീക്വൻസിയിലാണ്, നിരന്തരമായി വൈബ്രേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് നമ്മൾ ദി ലോ ഓഫ് വൈബ്രേഷനിലൂടെ പഠിച്ചത്. അപ്പോൾ ആ ഒരു വൈബ്രേഷന്റെ ഭാഗമായി നമ്മളും വൈബ്രേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ നമ്മുടെ സംസാര രീതി ആ വൈബ്രേഷന്റെ തോതിനെ ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്തുകൊണ്ട് നമ്മുടെ കാന്തശക്തിയെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. ആ കാന്തശക്തി കൂടുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി, നമ്മൾ നല്ല ജീവിതാനുഭവങ്ങളെ ആകർഷിപ്പിച്ചുകൊണ്ട് നല്ല ജീവിതത്തെ സൃഷ്ടിക്കുമെന്നും, എന്നാൽ നമ്മുടെ സംസാര രീതിയുടെ ക്വാളിറ്റി കുറഞ്ഞു പോയാൽ, നമുക്ക് അറിഞ്ഞായാലും അറിയാതെ ആയാലും നമ്മുടെ സംസാര രീതിയുടെ ക്വാളിറ്റി കുറഞ്ഞു പോയാൽ അത് നമ്മുടെ വൈബ്രേഷന്റെ തോതിനെ കുറച്ചുകൊണ്ട് നമ്മുടെ കാന്തശക്തിയെ കുറയ്ക്കുമെന്നും, അത് പിന്നെ ആകർഷിക്കുന്ന ആ കാന്തശക്തിക്ക് സമാനമായ ജീവിത അനുഭവങ്ങളെയും ആയിരിക്കും ആ കാന്തശക്തിക്ക്. അങ്ങനെ മാത്രമേ പറ്റൂ. അത് സിസ്റ്റമാണ്, അതൊരു നിയമമാണ്. അവിടെ പിന്നെ നമ്മള് സഹതാപമൊന്നും ഇല്ല അവിടെ. അതാണ് പോയിന്റ്. നമ്മൾ സഹതാപമാണ്. അയ്യോ ഞാനൊരു വിക്ടിം, ഞാൻ ഇങ്ങനെയൊക്കെ വളരെ പാപമായിട്ട് ചിന്തിച്ചിട്ടും വളരെ നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിച്ചിട്ടും എനിക്ക് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിന് വിരുദ്ധമായാണ് അത് ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കണം. അതായത് നമ്മുടെ മനസ്സിലേക്ക് കോറിയിടണം ആ സിസ്റ്റം എന്നുള്ള സംവിധാനം. കാരണം അല്ലാത്ത പക്ഷം നമ്മൾ ഇത് മറന്നു പോകാൻ സാധ്യത. നമ്മുടെ ജീവിത സാഹചര്യം എന്ന് പറയുമ്പോൾ ഇതെല്ലാം മറന്നിട്ട് നമ്മുടെ ഒരു മനസ്സിനകത്തപ്പം തോന്നുന്ന അനുസരിച്ചായിരിക്കും നമ്മൾ പ്രതികരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത്. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അപ്പൊ അവിടെ പറഞ്ഞ ഒരു പോയിന്റ് ചിലർക്കെങ്കിലും ഒക്കെ ഡൗട്ട് ഉണ്ടാവും. അവിടെ ഞാൻ ചെറിയതായിട്ട് സൂചിപ്പിച്ചു പോയ ഒരു പോയിന്റാണ്. അതാണ് എക്സൈറ്റ്മെന്റ് എന്നുള്ള വാക്ക് അധികമായിട്ട് ഉപയോഗിക്കുന്നത് ബ്ലോക്കുകൾ സൃഷ്ടിക്കുമെന്നുള്ളതിനെ കുറിച്ച് ചിലർക്കെങ്കിലും ഒരു മനസ്സിനകത്ത് സംശയം ഉണ്ടെന്ന് എനിക്ക് തോന്നി. നമുക്കൊരു കാര്യം കിട്ടുമ്പോൾ അതിലൊരു അവിശ്വസനീയത പ്രകടമാക്കരുത് എന്നുള്ളതാണ് ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വൈബ്രേഷന്റെ ബേസിലാണ്.
നമ്മുടെ വൈബ് ഒന്ന് ഉയർത്തി കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യും. അത് നമ്മുടെ സ്വാഭാവികമായ കഴിവാണ്, നമ്മുടെ ആകർഷണ ശക്തിയാണ്. നമ്മുടെ സമൂഹത്തിലുള്ള ഉന്നതരായ ആളുകളൊക്കെ സത്യത്തില് നമ്മൾ വിചാരിക്കും അവർക്ക് വേറെന്തോ പ്രത്യേകിച്ച് വലിയ കഴിവൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഭാഗ്യമുണ്ട്, അല്ലെങ്കിൽ അവര് ജനിച്ച കുടുംബം വലുതായത് കൊണ്ട് വേറെ എന്തൊക്കെയോ ചില പ്രത്യേക അനുഗ്രഹങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവരവരുടെ ജീവിതത്തിൽ ഉയർന്ന ക്വാളിറ്റിയുള്ള കാര്യങ്ങൾ ആകർഷിപ്പിച്ചുകൊണ്ട് വലിയ കാര്യങ്ങൾ ആകർഷിപ്പിക്കുന്നതെന്നാണ്. അങ്ങനെയല്ല. അവരുടെ വൈബിനെ ഉയർത്തുമ്പോൾ അവരുടെ ക്വാളിറ്റിയുള്ള ജീവിതം സ്വാഭാവികമായി ആകർഷിപ്പിക്കും എന്നുള്ളതാണ്. അതാണ് അവർ മനസ്സിലാക്കാനുള്ളത്. അവരുടെ വൈബ്രേഷൻ ഉയർന്നു നിൽക്കുന്നത് കൊണ്ടാണ്. അത് നമുക്കും പറ്റും. നമ്മൾ വൈബ് താഴ്ന്നിരിക്കുന്നത് കൊണ്ട് കുറച്ച് കുറഞ്ഞ ടൈപ്പ് ജീവിതാനുഭവങ്ങൾ വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വൈബ് വരുമ്പോൾ സ്വാഭാവികമായും നമുക്ക് നമ്മുടെ ക്വാളിറ്റിയുള്ള ലൈഫ് നമുക്ക് ആകർഷിപ്പിക്കാൻ പറ്റും. അപ്പൊ അതൊരു വലിയൊരു അത്ഭുതമായിട്ടും അവിശ്വസനീയമായിട്ടും പ്രകടമാക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മുടെ ഉള്ളില് ചിലപ്പോൾ ചിലരുടെയെങ്കിലും ഉള്ളില് എനിക്കിത് അർഹതയില്ലാത്ത കാര്യം കിട്ടിയതുപോലെ ഒരു തോന്നലൊക്കെ ഉണ്ടാകും. ഒരു അനർഹമായ ഒരു കാര്യമാണല്ലോ എനിക്ക് കിട്ടിയത് എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ ഉണ്ടാകുമ്പോൾ അത് ഒരു ബ്ലോക്ക് സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ കിട്ടിയ കാര്യം നഷ്ടപ്പെടുവാനുള്ള സാധ്യതയോ ഉണ്ട്. അതുകൊണ്ടാണ് ആ ഒരു എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു പോയിന്റ് സൂക്ഷിക്കണം. എക്സൈറ്റഡ് ആകാം, തീർച്ചയായിട്ടും എക്സൈറ്റഡ് ആകാം. പക്ഷെ ഇത് എക്സൈറ്റഡ് ആണ് ഞാൻ എന്ന് പറഞ്ഞ് നമ്മൾ, അല്ലെങ്കിൽ അവിശ്വസനീയമാണ് എന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അതൊരു വൈബ്രേഷന്റെ ഭാഗമാണ്. നമുക്ക് മനുഷ്യന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാം, ആഹ്ലാദിക്കാം, ആസ്വദിക്കാം, ഒരു കുഴപ്പമില്ല. എക്സൈറ്റഡ് ആയിക്കൂടെന്ന് അല്ല ഉദ്ദേശിച്ചത്. പരമാവധി നമ്മൾ അവിശ്വസനീയത പ്രകടിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മാനിഫെസ്റ്റേഷന്റെ കാര്യത്തിലായാലും ശരി തന്നെ, മാനിഫെസ്റ്റേഷൻ ലഭിക്കുമെന്ന് തോന്നുമ്പോഴൊക്കെ അപ്പോഴാണ് പലപ്പോഴും ബ്ലോക്കുകൾ ഉണ്ടായിട്ട് ആ ചുണ്ടിനും കപ്പിനും ഇടയ്ക്കൊക്കെ നഷ്ടപ്പെടുന്നത്. അവിശ്വസനീയത പ്രകടമാകരുത്. ചിലപ്പോൾ പലരും പറഞ്ഞിട്ടില്ല, എനിക്ക് ഇങ്ങനെ എൻ്റെ ആ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കാൻ പോയതാണ്, പക്ഷെ മിസ്സായിപ്പോയി. ഉള്ളിൽ സൃഷ്ടിക്കുന്ന ഇതുപോലുള്ള ചില തരത്തിലുള്ള ചിന്തകളുടെ ഫലമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് കൂളായിട്ട് എടുക്കണമെന്ന്. കൂളായിട്ട് എടുത്തു പോകണം എന്ന് പറയാൻ കാര്യം അതുകൊണ്ടാണ്. കൂളായിട്ട് നമുക്ക് ആഹ്ലാദിക്കാൻ, സന്തോഷിക്കാൻ ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അവിശ്വസനീയത പ്രകടമാക്കരുത് എന്നുള്ളതാണ്. അപ്പൊ അതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ് ശ്രദ്ധയുടെ കാര്യം. നമ്മുടെ ശ്രദ്ധ സൂക്ഷിക്കണം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയ കൃത്യമായിട്ടും നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ അതിനകത്ത് ഒരു ശ്രദ്ധ വേണം എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യത്തിനകത്ത് ഒരു ശ്രദ്ധ വേണം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായി നമ്മുടെ ശ്രദ്ധ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ധാരാളമായി പതിഞ്ഞു കഴിഞ്ഞാൽ അത് പലപ്പോഴും ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ആകർഷിപ്പിക്കുവാൻ, ആ ശ്രദ്ധ എന്തിനാണോ പതിയുന്നത് അതാണ് ലോ ഓഫ് അട്രാക്ഷൻ. അതാണ് നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കൂടുതലായി ആകർഷിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവിടെ വന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ്, ഇതുപോലുള്ള മെഡിക്കൽ രംഗത്തായാലും ലോ എൻഫോഴ്സ്മെന്റ് ആയിട്ടുള്ള പോലീസുകാർ, അഗ്നിശമന സേനാനികൾ, അങ്ങനെയുള്ള ദുരന്ത നിവാരണത്തിന് ഏർപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. അപ്പൊ അവരൊക്കെ ഈ ജോലിയുടെ ഭാഗമായിട്ട് അവർ ഈ ശ്രദ്ധിക്കുന്നത് മുഴുവൻ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ലേ പലപ്പോഴും നല്ലൊരു ശതമാനം എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായും ആ സമയത്തുണ്ടാകാം, കൺഫ്യൂഷൻ ഉണ്ടാകാം. പക്ഷെ അവിടെ മനസ്സിലാക്കാനുള്ളത് അവരുടെ ട്രെയിനിങ് സമയത്ത് തന്നെ അവരുടെ മൈൻഡ് സെറ്റ് വേറെ ലെവലിലാണ്. അതായത് അവരുടെ സർവീസിലേക്കാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അവർ എപ്പോഴും അവരുടെ ഫോക്കസ് ഉള്ളത് ആ പ്രശ്നത്തിന്റെ നെഗറ്റിവിറ്റിയിലേക്കല്ല, പകരം ആ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിലേക്കാണ് അവരുടെ പരമാവധി ശ്രദ്ധ പോകുന്നത്. ആ രീതിയിലാണ് അവർ ട്രെയിൻ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ആ രീതിയിൽ ട്രെയിൻ ചെയ്ത്, അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അവരെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, എമർജൻസി സിറ്റുവേഷൻസ് എല്ലാം കാണാൻ പറ്റും. അവർ വളരെ കൂളായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അവർ ആ രോഗികളെ എത്രയും പെട്ടെന്ന് എങ്ങനെ ശരിയാക്കി കറക്റ്റ് ചെയ്തെടുക്കാം എന്നുള്ളതിൽ മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ. അതേസമയം അതുമായിട്ട് ബന്ധമില്ലാത്തവർക്ക് കാണുമ്പോൾ അവർ ആ രോഗിയുടെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലേക്കായിരിക്കും അവരുടെ ശ്രദ്ധ മുഴുവൻ. അതേസമയം ആ മെഡിക്കൽ പ്രൊഫഷണൽസ് ആയാലും മറ്റു പോലീസുകാരായാലും അവരെല്ലാം എങ്ങനെ ആ ഒരു വിഷയത്തെ സോൾവ് ചെയ്യാം എന്നുള്ളതിലേക്കാണ് ആ ശ്രദ്ധ പോകുന്നത്. അതുകൊണ്ടാണ് അവരത് ബാധിക്കുക. അത് തന്നെയാണ് അവരുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് അവർക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ്, നമുക്ക് ആ വിഷയത്തിന്റെ നെഗറ്റിവിറ്റിയിലേക്കല്ല ഫോക്കസ് ചെയ്യാനുള്ളത്, ആ വിഷയം എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിലേക്കായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ശ്രദ്ധ. നമ്മുടെ ജീവിതത്തിന്റെ രംഗങ്ങളിലെ ഈ നെഗറ്റിവിറ്റി ഉണ്ടാകുമ്പോൾ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ നെഗറ്റിവിറ്റി ഉണ്ടാകുമ്പോൾ ആ നെഗറ്റിവിറ്റി സോൾവ് ചെയ്യേണ്ട രീതിയിലേക്ക് മാത്രമായിട്ട് നമ്മുടെ ശ്രദ്ധയെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു പോസിറ്റീവ് സൈഡ്, അല്ലെങ്കിൽ ആ ഒരു സൊല്യൂഷനിലേക്ക് കൂടുതൽ കടക്കുകയും ആ സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്തിട്ട് ആ ഒരു വിഷയത്തെ പരിഹരിക്കുവാൻ സഹായിക്കുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ശ്രദ്ധയെ നമ്മൾ കൃത്യമായി നമുക്ക് അനുകൂലമാക്കി മാറ്റുവാൻ പറ്റും. ഇതുപോലെയാണ് നമ്മുടെ ഉള്ളിലെ ശക്തിയെ
തീർച്ചയായും നമുക്ക് അനുകൂലമാക്കി തിരിച്ചുവിടുന്ന രീതിയിലുള്ള പ്രാക്ടീസുകൾ നമ്മൾ കൃത്യമായി പഠിച്ചേ പറ്റും. അല്ലാത്ത പക്ഷം നമ്മുടെ ഉള്ളിലെ അപാരമായ ശക്തിയെ നമ്മുടെ ജീവിതത്തിന് എതിരായിട്ട് നമുക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വഴിതിരിച്ചു വിടുവാൻ വേണ്ടിയുള്ള ആക്ടിവിറ്റീസ് നമ്മൾ തന്നെ എടുത്തുകൊണ്ടിരിക്കും. നമ്മൾ മോശപ്പെട്ട വാക്കുകളും നെഗറ്റീവ് വാക്കുകളും ക്വാളിറ്റി കുറഞ്ഞ വാക്കുകളും സംസാര രീതികളും ഉപയോഗിക്കുമ്പോൾ ആ നമ്മുടെ ഉള്ളിലെ തന്നെ അപാരമായ ശക്തി നമ്മുടെ ജീവിതത്തിന് എതിരായി നിൽക്കും. നമ്മുടെ ശ്രദ്ധ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് നിരന്തരമായി പതിയുമ്പോൾ നമ്മുടെ ഉള്ളിലെ അപാരമായ ശക്തി നമ്മുടെ ജീവിതത്തിന് നെഗറ്റീവായിട്ട് എതിരായിട്ട് പ്രയോഗിക്കപ്പെടും. എല്ലാവരും അതുകൊണ്ട് ഈ ഒരു വിഷയം കൃത്യമായിട്ട് ഓർമ്മിക്കണമെന്നുള്ളത് വീണ്ടും ഉണർത്തുകയാണ്. ഈ ഒരു രണ്ട് കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു. നമ്മൾ സംസാര രീതിയും നമ്മുടെ ശ്രദ്ധയെ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കുകയാണ്. അതേസമയം നമ്മളെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് നമ്മുടെ ഉള്ളിലുള്ള ചിന്തകൾ. നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. നമുക്ക് മനസ്സിലേക്ക് നെഗറ്റീവ് ചിന്ത വരുന്ന നമുക്കത് മാറ്റണം എന്നുള്ള ഒരു രീതിയിൽ ചിന്തിച്ചുകൊണ്ട് നമുക്ക് മാറ്റണം. പക്ഷേ പിന്നെയും നമ്മുടെ ഉള്ളിലെ ഈ ശക്തിയെ നമ്മുടെ ജീവിതത്തിന് തന്നെ എതിരാക്കി പിരിച്ചുവിടുവാൻ സാധ്യതയുള്ള ഒരു ശീലമാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെയുള്ള നെഗറ്റീവായിട്ടുള്ള നമുക്കെതിരെയുള്ള നമ്മുടെ തന്നെ ചിന്തകൾ, ചെറിയ ചെറിയ ചിന്തകളും ചെറിയ ചെറിയ സംസാരങ്ങളും പുറത്തു വരാത്ത രീതിയിൽ അല്ലെങ്കിൽ അല്പാൽപമായി മാത്രം പുറത്തു വരുന്ന സ്മോൾ ടോക്സ്, ചെറിയ ചെറിയ സംസാര രീതികളും. ഇത് പക്ഷേ നമ്മൾ വിചാരിക്കും ഇതെനിക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും, ഇതെനിക്ക് പറ്റുന്നില്ല. ഇപ്പൊ സംസാരം എന്ന് പറഞ്ഞാൽ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റും. എനിക്ക് എൻ്റെ നാവിൽ നിന്ന് ഞാൻ പറഞ്ഞാലേ അത് പുറത്തു വരുള്ളൂ. ശ്രദ്ധിക്കുന്ന കാര്യം എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഉള്ളിലുള്ള ഇങ്ങനത്തെ ചെറിയ ചിന്തകളെ, ചില നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ, ഇതെല്ലാം നമ്മളറിയാതെ നമ്മുടെ ഉള്ളിനകത്ത് ഇങ്ങനെ പൊങ്ങി വരുന്നു. ഇതിനെ എങ്ങനെ മാറ്റാമെന്ന് വിചാരിച്ചാൽ അത് അറിയാൻ കഴിയുന്നില്ല. അത് എങ്ങനെ പറ്റും എന്ന് ചോദിച്ചാൽ അതിന് ആ ഒരു ചിന്തകൾ പലപ്പോഴും നമുക്ക് എതിരെ നിൽക്കാൻ കാര്യം നമ്മുടെ ഉള്ളിലെ നമ്മോട് തന്നെയുള്ള വിലയാണ്, വാല്യൂ. നമ്മൾ നമുക്ക് തന്നെ നൽകുന്ന വാല്യൂ ആണ് പലപ്പോഴും ആ ഒരു ചിന്തകളെ ആ രീതിയിൽ നമ്മുടെ ഉള്ളിൽ തന്നെ സൃഷ്ടിക്കുന്നതിന് കാരണമായി വരുന്നത്. കാരണം നമുക്ക് നമ്മൾ തന്നെ ഒരു വിലയും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിരന്തരമായിട്ട് നമ്മൾ നമ്മോട് തന്നെ നെഗറ്റീവായിട്ട് നമ്മുടെ വിലയെ കുറയ്ക്കുന്ന രീതിയിൽ കൂടുതൽ നമ്മുടെ ജീവിതത്തിനെതിരായിട്ട് ഉള്ള ചിന്തകളും സംസാര രീതികളും നിരന്തരമായിട്ട് തുടരുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അത് നമുക്ക് അവിടെയാണ് നമ്മൾ സെൽഫ് വർത്തും അല്ലെങ്കിൽ സെൽഫ് വാല്യൂ എന്ന് പറയുന്ന ഈ ഒരു പോഷൻ മനസ്സിലാക്കാനുള്ളത്. നമ്മുടെ സെൽഫ് വാല്യൂ നമ്മുടെ ഉള്ളിൽ നമുക്ക് പരിചയമില്ലാത്തൊരു കാര്യമാണ്. അത് പലർക്കും നമ്മുടെ സമൂഹത്തിൽ, കാരണം സ്വയം വില കൊടുക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് കുഞ്ഞുനാളിലെ അങ്ങനെ ആരും പഠിപ്പിച്ചു തന്ന ഒരു രീതിയില്ല. മറ്റുള്ളവർക്ക് വില കൊടുക്കണം, മുതിർന്നവർക്ക് വില കൊടുക്കണം, അധ്യാപകർക്ക് വില കൊടുക്കണം, മാതാപിതാക്കൾക്കെല്ലാം വില കൊടുക്കണം, അങ്ങനെ പഠിപ്പിക്കുന്നതല്ലാതെ നമുക്ക് സ്വന്തമായിട്ടൊരു വാല്യൂ കൊടുക്കുന്ന ഒരു രീതി നമുക്ക് അറിവില്ലാതെ പോകുന്നു. മാത്രമല്ല പലപ്പോഴും ചുറ്റുവട്ടത്തു നിന്ന് ലഭിച്ചിട്ടുള്ള മെസ്സേജുകൾ മുഴുവനും നമുക്ക് വിലയില്ല, നിങ്ങൾക്ക് വിലയില്ല എന്നുള്ള മെസ്സേജാണ്. അതായത് നിനക്ക് വിലയില്ല, നിനക്കൊരു തരത്തിലുള്ള വാല്യൂ ഇവിടെ ഇല്ല എന്നുള്ള രീതിയിലുള്ള നിരന്തരമായ മെസ്സേജുകൾ ലഭിച്ചിട്ട് നമ്മൾ സ്വയം നമ്മുടെ വാല്യൂവിനെ ഇടിച്ചു താഴ്ത്തി സ്വയം പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സ്വയം വിലയില്ലായ്മ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് താഴ്ത്തി നിർത്തുവാൻ വളരെയധികം കാരണമായി മാറുന്നുണ്ട്. അവർ സെൽഫ് വർത്ത് ഡിറ്റർമൈൻസ് അവർ നെറ്റ്വർത്ത് എന്നാണ്. നെറ്റ്വർത്ത് എന്താണ്? നെറ്റ്വർത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആസ്തി എന്നാണ്.
നമ്മൾ എത്രത്തോളം സമ്പന്നനാകണം, എത്രത്തോളം ഉയർന്ന ക്വാളിറ്റിയുള്ള ലൈഫ് നയിക്കണം എന്നുള്ളത് നിശ്ചയിക്കുന്നത് നമ്മൾ നമ്മുടെ ഉള്ളിൽ സ്വയം പ്രതിഷ്ഠിക്കുന്ന സെൽഫ് വർത്തിനെ ബേസ് ചെയ്തിരിക്കും എന്നുള്ളതാണ്. നമ്മുടെ സെൽഫ് വർത്ത് ഡിറ്റർമൈൻസ് അവർ നെറ്റ് വർത്ത്. നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഈ ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ഒരു പരിധിയിൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നില്ല, സാമ്പത്തികമായി ഉയരാൻ കഴിയുന്നില്ല, എനിക്ക് എവിടെയും ഒരു വില ലഭിക്കുന്നില്ല, എനിക്കിവിടെ ഒരു വിലയുണ്ടോ, എനിക്ക് നിങ്ങളൊരു വില തരുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഓർത്തോളൂ, അത് മറ്റുള്ളവരല്ല തരുന്നത്. നമ്മൾ നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കുന്ന വില മാത്രമേ അവർക്ക് തരാൻ കഴിയുകയുള്ളൂ. നമുക്ക് മറ്റുള്ളവർ ഒരു വില നൽകുന്നില്ല എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഓർത്തോളൂ, നമ്മൾ നമുക്ക് വാല്യൂ കൊടുക്കാത്തതുകൊണ്ട്, നമ്മൾ സെൽഫായിട്ട് വർത്ത് പ്രകടിപ്പിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ ഉള്ളിലെ നമ്മൾ സ്വയം നൽകുന്ന വിലയ്ക്കനുസരിച്ച് മാത്രമേ നമുക്ക് ചുറ്റുവട്ടമുള്ള ആളുകൾക്ക് നമ്മോട് പ്രതികരിക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ഉള്ളുകൊണ്ട് നമ്മൾ എന്ത് ഡിമാൻഡ് ചെയ്യുന്നോ അത് മാത്രമേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നമുക്ക് തരാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടമുള്ള ലോകത്തിന്, നമ്മുടെ ജീവിതത്തിന് നമുക്ക് തിരിച്ചു തരാൻ കഴിയുകയുള്ളൂ. നമ്മൾ ജീവിതം കൊണ്ട്, നമ്മുടെ ഉള്ളുകൊണ്ട് എന്ത് ഡിമാൻഡ് ചെയ്യുന്നോ അതാണ് സപ്ലൈ ചെയ്യപ്പെടുന്നത്. അതാണ് ദി ലോ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്നത്. ഇവിടെ ഈ ലോകത്ത് നമ്മുടെ ലൈഫിനകത്ത് ഉള്ള സ്പിരിച്വൽ പോയിന്റ് ഓഫ് വ്യൂ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. നമ്മുടെ ഉള്ളിൽ നിന്ന് നാം അറിയാതെ നമ്മൾ എന്ത് ഡിമാൻഡ് ചെയ്യുന്നോ അത് മാത്രമേ ജീവിതത്തിന് നമുക്ക് തിരിച്ചു തരാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഉള്ളിൽ നിന്ന് നാം അറിയാതെ ഏറ്റവും ലോ വാല്യൂലുള്ള കാര്യങ്ങളാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ പിന്നെ യൂണിവേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് എന്ത് ചെയ്യാൻ കഴിയും തിരിച്ച്? അതിന് നമ്മുടെ ഡിമാൻഡിനനുസരിച്ചല്ലേ പ്രതികരിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ ഈ ജീവിതത്തിൽ വളരെ ലോ ലെവലിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ആകർഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ കാന്തശക്തി കുറഞ്ഞിട്ട് നമ്മൾ ആ തരത്തിലുള്ള ലോ ലെവലിലുള്ള കാര്യങ്ങളാണ് ആകർഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് എൻ്റെ അർത്ഥം. പക്ഷെ നമ്മൾ അറിയുന്നില്ല, നമ്മുടെ ഉള്ളിലുള്ളത് അത്യപാരമായ ശക്തിയാണ്. നമ്മൾ ജനിക്കുമ്പോൾ മുതൽ നമ്മളൊരു പ്രപഞ്ചത്തിന്റെ ഏറ്റവും അപാരമായ ശക്തിയും പേറി ആണ് ഈ ഒരു ഭൂമിയിലേക്ക് ഓരോ കുഞ്ഞുങ്ങളായിട്ടും ജനിച്ചു വീഴുന്നത്. നമ്മളെല്ലാം ജനിച്ചു വീണത്. അത് ആ റൂമിയുടെ ആ ഒരു കോട്ട് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ്. അത് വീണ്ടും ഓർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മൾ കരുതും നമ്മളൊരു സാഗരത്തിന്റെ ഒരു തുള്ളിയാണ്. നമ്മളെന്ന് പറഞ്ഞാൽ ആ സാഗരം മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു തുള്ളിയാണ് എന്നുള്ളതാണ്. അതായത് ഈ യൂണിവേഴ്സൽ പവർ മുഴുവൻ ഉൾക്കൊള്ളുന്ന, യൂണിവേഴ്സ് മുഴുവനും നമ്മുടെ ഉള്ളിലുണ്ട്. ആ രീതിയിലാണ് നമ്മുടെ അകം ലോകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അത്രത്തോളം ശക്തമായ നമ്മുടെ ഉള്ളിലെ നമ്മൾ വളരെ വില കുറച്ച് കണ്ടിട്ട്, വളരെ വില കുറച്ച് ഡിമാൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കുറച്ചു പേർക്ക് ഇതുപോലെ വളരെ ലോവർ ലെവലിലുള്ള ജീവിതം, അത് സാമ്പത്തികത്തിന്റെ രംഗത്തിലാകട്ടെ, ആരോഗ്യത്തിന്റെ രംഗത്തിലാകട്ടെ, റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങളിലാകട്ടെ, സമാധാനവും സന്തോഷവും ഒന്നും ആസ്വദിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ജീവിതം നമ്മൾ ആകർഷിപ്പിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ നമ്മൾ എത്രത്തോളം നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നു അത് മാത്രമേ നമുക്ക് ആകർഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഒരു 100 രൂപ, ഏതാനും 100 രൂപ നോട്ടുകൾ എടുക്കുക. ഏതാനും 100 രൂപ, അതിനകത്ത് പുതിയ ഏതാനും നോട്ടുകളുണ്ട്, ഒരു പഴയ നോട്ടുണ്ട്. ആ പഴയ നോട്ടാണ്. അതൊന്ന് ചുരുട്ടി നമ്മൾ മടക്കി നമ്മൾ കയ്യിലിട്ട് ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് അതിന് തറയിലിട്ടു, എന്നിട്ട് എടുത്ത് മണ്ണ് പുരട്ടി എടുത്തു വെച്ച് നൂത്തു വെച്ചു എന്ന് കരുതി അതിന് വില കുറയും. അത് 100 രൂപ നോട്ടല്ലാതാകെ മാറുമോ? നമ്മൾ പറയുകയാണ് ഇങ്ങനെ പിന്നെ ചുളുങ്ങിയിരിക്കുന്നത് കൊണ്ട്, മടങ്ങിയിരിക്കുന്നത് കൊണ്ട്, പൊടി പറ്റിയത് കൊണ്ട്, ചാരം പറ്റിയത് കൊണ്ട്, പഴയതായത് കൊണ്ട് നിനക്കൊരു വിലയുമില്ല, നിനക്ക് വില കുറഞ്ഞു, നിന്റെ വില ഇപ്പൊ 10 രൂപയാണ് അല്ലെങ്കിൽ 15 രൂപയാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ അത് സത്യമാകുമോ? 100 രൂപ നോട്ട് കൃത്യമായി പ്രിന്റ് ചെയ്ത് ഇറക്കുമ്പോൾ അതിന് കൊടുക്കുന്ന വാല്യൂ 100 രൂപ എന്നുള്ളതാണ്. ആ നോട്ട് എങ്ങനെയെല്ലാം മടക്കിയാലും തിരിച്ചാലും ഒടിച്ചാലും ഇനി കീറിയാലും ശരി തന്നെ, കീറിയത് 100 രൂപ നോട്ടെന്നേ പറയുള്ളൂ. അത് വേണമെങ്കിൽ ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്താൽ തിരിച്ച് മറ്റൊരു 100 രൂപ നോട്ട് പകരം തരും. പക്ഷെ അതിന്റെ വില കുറയുന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ് മനുഷ്യൻ ഇവിടെ ജനിക്കുന്നത് പൂർണ്ണമായ ഹ്യൂമൻ ബീയിങ് എന്നുള്ള യൂണിവേഴ്സൽ പവറും പേറിക്കൊണ്ടാണ്.
ചുറ്റുമുള്ള ആളുകൾ നമുക്ക് ചുറ്റും നിന്നിട്ട് നിനക്ക് കഴിവില്ല, നിനക്ക് വിലയില്ല, നിനക്കിവിടെ ഒന്നിനും കഴിവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചുറ്റുവട്ടത്ത് നിന്ന് ഇടിച്ചു താഴ്ത്തിയെന്നോ ചുറ്റിമടക്കിയെന്നോ അപഹസിച്ചെന്നോ എന്ന് പറഞ്ഞാലും മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഒരു തരത്തിലും നമ്മുടെ വില ഇടിയുന്നില്ല. പക്ഷെ ഇടിയുന്നത് നമ്മൾ ആ 100 രൂപ നോട്ട് സ്വയം പറയുകയാണ്, ശരിയാണ്, ഞാൻ ഇങ്ങനെ മടങ്ങി ഒടിഞ്ഞിരിക്കുന്നത് കൊണ്ട് എനിക്ക് വില കുറഞ്ഞു, മറ്റുള്ളവർ എനിക്ക് വിലയില്ല എന്ന് പറയുന്നത് കൊണ്ട് എനിക്ക് വില കുറഞ്ഞു, എനിക്കിപ്പോ 10 രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിന് 10 രൂപയുടെ സാധനം മാത്രമേ അതുകൊണ്ട് വാങ്ങാൻ പറ്റൂ. സ്വയം വിചാരിക്കുകയാണെങ്കിൽ 100 നോട്ടിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. എന്ന് പറഞ്ഞതുപോലെയാണ് മനുഷ്യന്റെ കാര്യം. നമ്മൾ കരുതുകയാണ് നമുക്ക് വിലയില്ല, അതുകൊണ്ട് നമുക്ക് വാല്യൂ ഇല്ല എന്ന് നമ്മൾ ഉള്ളിൽ ശക്തമായി വിശ്വസിച്ച് നിൽക്കുമ്പോൾ നമ്മൾ സത്യത്തിൽ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ ജീവിതത്തിനോട്, നമ്മൾ ഈ പ്രപഞ്ചത്തോട് നമ്മൾ പറയുകയാണ്, എനിക്ക് ഇത്രയൊക്കെ അർഹതയുള്ളൂ, എനിക്കിതാ ഇത്ര വിലയേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് ഈ ഒരു ലോ ക്വാളിറ്റിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ആകർഷിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. എനിക്ക് ഇത് എന്ന് നമ്മൾ സ്വയം ഉള്ളുകൊണ്ട് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെയും കൂടി ഫലമാണ് നമുക്ക് പലപ്പോഴും ലോ ക്വാളിറ്റിയുള്ള ലൈഫ് ആകർഷിപ്പിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധയും സംസാരവും മാത്രമല്ല, ഉയർന്ന ക്വാളിറ്റിയുള്ള ലൈഫ് ആകർഷിപ്പിക്കത്തക്ക വിധം കാന്തശക്തി വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സെൽഫ് വാല്യൂ വർദ്ധിപ്പിക്കുന്ന കാര്യം കൂടി തീർച്ചയായിട്ടും ശ്രമിക്കണം. അതിനെക്കുറിച്ച് കൂടി നമ്മൾ പഠിക്കണം, അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. ആരിനി എന്തെല്ലാം നമ്മെക്കുറിച്ച് പറഞ്ഞാലും, കഴിവില്ലെന്ന് പറഞ്ഞാലും അതൊന്നും സത്യമല്ല. ആ കഴിവെല്ലാം വിലയെല്ലാം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. എല്ലാവരും ആ ഒരു വിലയും പേറിയാണ് ഈ ഭൂമിയിൽ വന്നത്, ഇപ്പോഴും ജീവിക്കുന്നത്. ആ വില നമുക്ക് പുറത്തെടുക്കാൻ കഴിയണം. അതിനു വേണ്ടിയുള്ള 5 സ്റ്റെപ്പുകളാണ് ഇനി പറയുന്നത്. 5 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 5 പ്രധാനപ്പെട്ട പോയിന്റ്. ഒന്നാമത്തത്, സ്റ്റോപ്പ് ലുക്കിംഗ് ഫോർ എക്സ്റ്റേണൽ വാലിഡേഷൻ. നമ്മൾ എന്ത് പ്രവർത്തിച്ചാലും അത് എക്സ്റ്റേണൽ വാലിഡേഷൻ, പുറമേ നിന്നുള്ള ആളുകളുടെ അംഗീകാരം ലഭിച്ചാൽ മാത്രമേ നമ്മൾ അംഗീകരിക്കൂ എന്നുള്ള ഒരു ശീലം നമ്മൾ പണ്ട് മുതലേ നമുക്ക് കുഞ്ഞുനാളിലെ വീടുകളിൽ നിന്നൊക്കെ കിട്ടിയതാണ്. ഈ ഒരു ലോവർ ലെവൽ വാല്യൂ ആയി പോകുന്നതിന് പ്രധാന കാരണം മറ്റുള്ളവർ, എക്സ്റ്റേണൽ വാലിഡേഷൻ, മറ്റുള്ളവർ വാല്യൂ ചെയ്താലേ എനിക്ക് വാല്യൂ ഉള്ളൂ. ഞാൻ ഒരു കാര്യം ചെയ്താൽ അത് ശരിയാണെങ്കിൽ അത് ശരിയാണ്, തെറ്റാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, അത് ഓക്കെയാണ്, എനിക്കിത് ഓക്കെയാണ്. തെറ്റാണെങ്കിൽ കറക്റ്റ് ചെയ്യും, പക്ഷെ അത് മറ്റുള്ളവർ വാല്യൂ ചെയ്തിട്ടല്ല ഞാൻ അതിനെ അംഗീകരിക്കാനുള്ളത്. ഞാൻ അംഗീകരിക്കണം എൻ്റെ പ്രവർത്തികളെ, ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തിയെ ഞാൻ അംഗീകരിക്കണം. ഇത് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. കാരണം നമ്മൾ ഇത് ക്രമേണ, ഇത് ഒറ്റ ദിവസം കൊണ്ടൊന്നുമല്ല, ഇത് നമ്മൾ ഇത്രയും നാള് വിലയില്ലാതെ, ഉള്ളിനകത്ത് വിലയില്ലാതെ വളർന്നു വന്നതിന്റെ ഒരു ശീലം നമ്മുടെ ഉള്ളിൽ നിന്ന് അത്ര പെട്ടെന്ന് പോകില്ല. നമുക്ക് മെല്ലെ മെല്ലെ ചിലപ്പോൾ ആഴ്ചകളും മാസങ്ങളും എടുത്ത് പ്രാക്ടീസ് ചെയ്ത് മെല്ലെ മെല്ലെ നമ്മുടെ മൈൻഡ് സെറ്റിലൊക്കെ മാറ്റം വരുത്തുമ്പോൾ ക്രമേണ ലൈഫിനകത്ത് അതിനനുസരിച്ച് നമ്മുടെ വാല്യൂ ഉയരുന്നതനുസരിച്ച് നമ്മുടെ അവസരങ്ങൾ മാറും, നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി എല്ലാം മാറും, നമുക്ക് അവസരങ്ങൾ ലഭിക്കുന്നത് വരും. കാരണം നമ്മൾ നല്ല ഒരു ഉയർന്ന ജോലി അല്ലെങ്കിൽ ഒരു ഉയർന്ന ബിസിനസ്, ഒരു ബെസ്റ്റ് ലൈഫ് ആഗ്രഹിക്കും. പക്ഷെ അത് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ അത് വലിയ ഉയർച്ച, അത് നമുക്ക് അർഹതയില്ലെന്നൊരു തോന്നൽ ഉണ്ടാകാൻ പ്രധാനപ്പെട്ട കാരണം ഉള്ളിൽ ലോ വാല്യൂ ആണ്. അത്രയും മോഹിക്കാൻ തക്ക വിധം ഞാൻ ഉണ്ടോ എന്ന് ഉള്ളിൽ നിന്ന് പറഞ്ഞ് ശീലിച്ചു പോയ ഒരു കാര്യമാണ് ലോ സെൽഫ് വാല്യൂ. ആരോടെങ്കിലും അഭിപ്രായം ചോദിച്ചിട്ട് അവർ അംഗീകരിച്ചാൽ ഞാൻ ചെയ്തത് കൊള്ളാം, അല്ലെങ്കിൽ ഞാൻ കൊള്ളാം, എൻ്റെ ഡ്രസ്സ് കൊള്ളാം, എൻ്റെ രൂപം കൊള്ളാം, ഞാൻ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയും കൊള്ളാം, അവരുടെ അഭിപ്രായം ചോദിക്കരുതെന്നല്ല, അവരുടെ അഭിപ്രായം കേട്ടിട്ട് അത് അവർ അംഗീകരിച്ചാൽ ഞാൻ അംഗീകരിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ അവർ അംഗീകരിച്ചില്ലെങ്കിൽ മോശം എന്നൊരു രീതി മാറ്റുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത്, ഇൻക്രീസ് സെൽഫ് കമ്പാഷൻ. സ്വയം നമുക്കൊരു സഹതാപം നമുക്ക് വേണം, നമ്മുടെ ഒരു സ്നേഹവും ഒരു സഹതാപവും. ഒരിക്കലും നമ്മുടെ ഒരു വളർന്നു വന്ന സാഹചര്യത്തെ ഒന്നും കുറ്റപ്പെടുത്തുകയും ചെയ്യരുത് ആരും. നമ്മൾ വളർന്നു നമുക്കുള്ള നമ്മുടെ പാരൻസ് ആയാലും അല്ലെങ്കിൽ ചുറ്റുവട്ടമായാലും ഒക്കെ നമുക്ക് തന്നിട്ടുള്ള കുറെ നെഗറ്റീവായിട്ടുള്ള പാറ്റേണുകളൊക്കെ ഉണ്ടാകും ചിലർക്കെങ്കിലും ഒക്കെ, എല്ലാവർക്കും ഒന്നും പറയുന്നില്ല.
അതൊക്കെ ഉണ്ടായിട്ടാണ് നമുക്ക് ഇതുപോലെ കുറച്ച് നെഗറ്റീവായിട്ടുള്ള ആ, വിശ്വാസങ്ങളും കുറഞ്ഞ വാല്യൂവും ചിന്താരീതികളും ഒക്കെ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമുക്ക് സ്വയം നമ്മളോട് ചെറിയൊരു സഹതാപം, ഒരു സ്നേഹവും കൊടുക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു അബദ്ധം കാണിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ക്രിട്ടിസൈസ് ചെയ്യരുത്. സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മളെ ഇടിച്ചു താഴ്ത്തുന്ന ഒരു സ്വഭാവം അത് പാടില്ല. നമുക്ക് അബദ്ധം പറ്റിപ്പോയി, അത് എനിക്ക് അങ്ങനെ പറ്റിപ്പോയി, അത് സാരമില്ല, ഞാൻ അത്രത്തോളം അങ്ങ് വലിയൊരു സംവിധാനത്തിലൊന്നും അല്ല വളർന്നത്, എനിക്ക് അത് ഇനി ഞാൻ കറക്റ്റ് ചെയ്തോളാം. ഒരു ചെറിയൊരു അബദ്ധമേ പറ്റിയിട്ടുള്ളൂ, ചില കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, ഇതൊരു ചെറിയൊരു അബദ്ധമല്ലേ, അത് പോട്ടെ, സാരമില്ല എന്ന് പറയണം. ഓരോ കാര്യത്തിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള അബദ്ധങ്ങൾ പറ്റുമ്പോഴൊക്കെ നമ്മൾ ആ രീതിയിൽ വേണം നമ്മളെ കാണാൻ, സ്വയം പരിചരിക്കാൻ. നമ്മളൊരു കുട്ടിക്ക് എന്തെങ്കിലും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ അവർക്കൊരു അബദ്ധം പറ്റുമ്പോൾ നമ്മളവരെ ആശ്വസിപ്പിക്കുന്നത് പോലെ നമുക്ക് നമ്മോട് തന്നെ ഒരു സ്നേഹവും സഹതാപവും വേണം. മറ്റുള്ളവരാരെങ്കിലും നമ്മളെ വിമർശിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ വേദനയാണ്, അപ്പൊ നമുക്ക് ഭയങ്കര സങ്കടമാവും. അതേസമയം നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുന്ന എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്? ചെറിയ കാര്യത്തിന് തന്നെ നമ്മൾ ഇങ്ങനെ തലക്കടിച്ചും എന്താണ് ചെയ്തത് എന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് സത്യത്തിൽ വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മുടെ ഉപബോധ മനസ്സിലുണ്ടാക്കും. അത് നമ്മുടെ വിലയെ കുറയ്ക്കുന്നുണ്ട്, ക്രമേണ അത് നമ്മുടെ ജീവിതത്തെയും കുറയ്ക്കുന്നുണ്ട്, നമ്മുടെ കാന്തശക്തിയും കുറയ്ക്കുന്നുണ്ട്. ഒരിക്കലും സ്വയം വിമർശനം പാടില്ല. ഇംപ്രൂവ്മെന്റ് നമുക്ക് നടത്താം ജീവിതത്തിൽ. തീർച്ചയായിട്ടും നമുക്ക് ഇംപ്രൂവ്മെന്റിന്റെ ചിന്ത നടത്താം. ഇതിനി കറക്റ്റ് ചെയ്യാനുണ്ട് എന്ന് മാത്രമേ ചിന്തിക്കാവുള്ളൂ. ഈ ഭാഗം കറക്റ്റ് ചെയ്യാനുണ്ട്, അല്ല കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മളെ വിമർശിക്കരുത്. അതാണ് പ്രധാനമായിട്ട് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, കോംപ്ലിമെന്റ് സ്വീകരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. കോംപ്ലിമെന്റ്സ് സ്വീകരിക്കാൻ പഠിക്കുക. അതായത് മറ്റുള്ളവർ നമുക്കൊരു അഭിനന്ദനം തന്നു കഴിഞ്ഞാൽ, നമ്മുടെ പ്രവർത്തനത്തിനകത്ത് ഒരു അഭിനന്ദനം തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാകണം. കാരണം പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ കണ്ണിൽ കൂടി നോക്കുമ്പോൾ, നമ്മുടെ ഈ സെൽഫ് വാല്യൂ കൊണ്ട് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അത് ശരിയായിട്ടില്ല എന്നുള്ളതാണ്. അത് ശരിയായിട്ടില്ല, നമ്മൾ ചെയ്തത്ര ശരിയായി. നമ്മൾ സ്വയം ഒരു വിമർശനത്തിന്റെയും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു വ്യൂ പോയിന്റിലൂടെ ആയിരിക്കും അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം മറ്റൊരാൾ ആ ഒരു കാര്യത്തെ നമ്മളോട് ആ ഒരു കാര്യം നന്നായിട്ടുണ്ട്, ചെയ്തത് നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത്, നമ്മൾ കാണാത്ത ഒരു നന്മ അയാൾ കാണുന്നുണ്ട്. നമ്മൾ കാണാത്ത, നമ്മുടെ കണ്ണിൽപ്പെടാത്ത, നമ്മളെ വിമർശന ബുദ്ധി കൊണ്ടല്ലാതെ അതിന്റെ നല്ല വശം കാണുന്ന ഒരാളുണ്ട്. ആ ഒരാളുടെ കണ്ണിലൂടെ അത് കാണുമ്പോൾ, അപ്പൊ ഞാൻ ചെയ്തതിൽ നന്മയുണ്ടല്ലോ എന്ന് ഒരു ആറ്റിറ്റ്യൂഡോടുകൂടി ആ ഒരു കോംപ്ലിമെന്റിനെ നമ്മൾ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. അത് നമ്മുടെ സെൽഫ് വാല്യൂവിനെ വർദ്ധിപ്പിക്കുവാൻ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്, ഒരു സംശയം വേണ്ട. കാരണം എന്ന് പറഞ്ഞാൽ അതിപ്പം എല്ലാവരും, ഇപ്പം ഞാൻ ഉൾപ്പെടെ സെൽഫ് വാല്യൂവിനൊക്കെ ഒരുപാട് കുറവുള്ള ഒരു സാഹചര്യത്തിലൂടെ, ബാക്ക്ഗ്രൗണ്ടിലൂടെ കടന്നു വന്നൊരു വ്യക്തി തന്നെയാണ് ഞാൻ. അപ്പൊ എനിക്ക് കൃത്യമായിട്ട് അത് അറിയാൻ പറ്റും. ഇപ്പോഴും പലപ്പോഴും അത്തരം സെൽഫ് വാല്യൂവിന്റെ ഒരു കുറവ് കൊണ്ടാണോ എന്നറിയില്ല, പലപ്പോഴും കോംപ്ലിമെന്റ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്കും ബുദ്ധിമുട്ടല്ല, അത് അങ്ങനെ നമ്മളെ തള്ളിക്കളയാനുള്ള ടെംപ്റ്റേഷൻ ഉണ്ടാകാറുണ്ട്. അത് മുമ്പൂടെ ആരോ എനിക്കൊരു കോംപ്ലിമെന്റ് തന്നപ്പോൾ ഞാൻ അതിനെ മെല്ലെ തള്ളിക്കളയുന്ന ഒരു ഇത് കാണിച്ചായിരുന്നു. അപ്പൊ അതിന് ഉടനെ കുറെ കമന്റ്സും മെസ്സേജസും ഒക്കെ അതിന്റെ തൊട്ട് പുറകെ വന്നു. അപ്പൊ അതെനിക്ക് മനസ്സിലായി. പക്ഷെ ഞാനത് പറഞ്ഞത്, ഞാൻ മുമ്പ് 1-2 വീഡിയോസ് ആയാലും അത് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ എന്തായാലും അത് കൃത്യമായിട്ട് സാറെന്താണ് അത് അങ്ങനെ ചെയ്തത്, അതിന് താങ്ക് യു പറഞ്ഞുകൂടായിരുന്നോ എന്ന് ഉള്ള കമന്റ്സ് വന്നായിരുന്നു. എനിക്ക് വലിയ സന്തോഷമാണ് അത്. കാരണം എന്ന് പറഞ്ഞാൽ അത് പഠിപ്പിച്ച കാര്യം കൃത്യമായിട്ട് അത് നോട്ട് ചെയ്ത് ഫോളോ ഉണ്ടല്ലോ എന്നുള്ള ഒരു വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. താങ്ക് യു സോ മച്ച്. 4-മത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നന്മയെ കൂടുതലായിട്ട് കണ്ടെത്തുക എന്നുള്ളതാണ്. നമുക്ക് കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ ഉള്ളിലെ നന്മകളെ, നമുക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന നന്മകൾ കൂടുതലായിട്ട് കാണുക. നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം ആകർഷിപ്പിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ആകർഷിപ്പിക്കുന്നതാണ്. നമ്മൾ തന്നെ സ്വയം ആകർഷിപ്പിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും, നന്മകളും നമ്മുടെ അനുഗ്രഹമായിട്ട് കണ്ടുകൊണ്ട്, അതിനെ ബ്ലെസ്സിങ് ആയിട്ട് കണ്ടുകൊണ്ട് അതിനെ നമ്മൾ എണ്ണുകയും അതിന്റെ ആ ഒരു നന്മയെ നമ്മൾ കൂടുതലായിട്ട് കാണുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എന്നിട്ട് അതിനെ നമ്മൾ നന്ദി പറയുകയോട് ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ വാല്യൂവിനെ വർദ്ധിപ്പിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഞാൻ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചുപയോഗിക്കണം.
ഞാൻ എന്ന വാക്കിന് ശേഷം നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്തുകയോ നമ്മളെ കഴിവിനെ ഇടിച്ചു താഴ്ത്തുകയോ നമ്മളെ വിമർശിക്കുകയോ ചെയ്യരുത്. ഞാൻ എന്ന വാക്കിന് ശേഷം ഇനി എപ്പോഴും പവർഫുൾ ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് നമ്മുടെ ഉയർത്തുന്ന വാക്കുകൾ മാത്രമേ ഉപയോഗിക്കാവൂ. അത് സെൽഫ് വാല്യൂ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാവും. ഞാൻ എന്ന വാക്കിന് ശേഷം നമ്മൾ നിരന്തരമായിട്ട് നെഗറ്റീവ് വാക്കുകൾ, വിമർശനങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ ആ ഒരു കാര്യം നടക്കാനുള്ള സാധ്യതയുണ്ട്. വാല്യൂ കുറഞ്ഞിട്ട് അത്തരം കാര്യങ്ങൾ ആകർഷിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. സാധ്യതയല്ല, അതൊരു യാഥാർത്ഥ്യമായി വരും ക്രമേണ. ഇതാണ് പ്രധാനപ്പെട്ട 5 പോയിന്റുകൾ. കൃത്യമായിട്ട് നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഇതിനോടനുബന്ധിച്ച് നമ്മൾ സെൽഫ് വാല്യൂ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള 5 പ്രധാനമായ പവർഫുൾ ആയിട്ടുള്ള അഫർമേഷൻസ് എഴുതി കൃത്യമായിട്ട് ഡെയിലി ഒരു 10 പ്രാവശ്യം ഒരു അഫർമേഷൻസ് ചൊല്ലുക. 5 പോയിന്റ്സ് ഒന്നുകൂടെ പറയാമോ? ഓക്കെ. ഒന്ന്, സ്റ്റോപ്പ് ലുക്കിംഗ് ഫോർ എക്സ്റ്റേണൽ വാലിഡേഷൻ. നമ്മൾ പുറമേ ഉള്ള ആളുകളുടെ അംഗീകാരത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കരുത്. അത് അങ്ങനെ അംഗീകാരം പുറമേ ഉള്ള ആളുകൾ അംഗീകരിച്ചാൽ മാത്രമേ നമ്മളെ സ്വയം അംഗീകരിക്കുകയുള്ളൂ എന്നുള്ളൊരു രീതി നമ്മൾ മാറ്റണം. നമുക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ടാൽ അത് നമ്മൾ തന്നെ, അതിനകത്ത് യാതൊരു സംശയം വേണ്ട, നമുക്കത് ഇഷ്ടപ്പെട്ടു, ഇതെന്റെ ഓക്കെയാണ് എന്ന് നമ്മൾ സ്വയം പറഞ്ഞു ഉറപ്പിക്കുക. രണ്ടാമത്തത്, സെൽഫ് കമ്പാഷൻ, സ്വയം ഒരു സഹാനുഭൂതിയോടുകൂടി സ്വയം കാണുക. സ്വയം നമ്മൾ ആവശ്യമില്ലാത്ത വിമർശനങ്ങൾ സ്വയം ഉയർത്തുന്ന ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി, മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ എന്തെങ്കിലും അതൊരു ഇമ്പ്രൂവ്മെന്റിന്റെ ഒരു സാധ്യതയായിട്ട് മാത്രം കാണുക, ഒരു തെറ്റായിട്ട് കണ്ടുകൊണ്ട് സ്വയം കുറ്റപ്പെടുത്തരുത്. രണ്ടാമത്തത്. മൂന്നാമത്തത്, കോംപ്ലിമെന്റ്സ് സ്വീകരിക്കാൻ പഠിക്കുക. നമ്മൾ എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് പുകഴ്ത്തി കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കുക, താങ്ക് യു പറയുക, അത് നമ്മൾ സ്വീകരിക്കുക. അല്ലാതെ അത് പറയേണ്ട കാര്യമില്ല, അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുന്ന നാച്ചുറലായിട്ടുള്ള രീതി ഒഴിവാക്കിയിട്ട് കോംപ്ലിമെന്റ്സിനെ സ്വീകരിക്കാൻ പഠിക്കുക. താങ്ക് യു സോ മച്ച്. അതാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ നമ്മൾ തന്നെയുള്ള നന്മകൾ, നമ്മുടെ ജീവിതത്തിലുള്ള നന്മകളെ കാണുക. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ നന്മകളും നമ്മൾ തന്നെ ആകർഷിപ്പിക്കുന്നതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ഒരു നന്മയെ കാണാൻ പഠിക്കുക. അത് നമ്മൾ തന്നെ നല്ലൊരു കഴിവാണ്. എൻ്റെ ജീവിതത്തിൽ ചെറിയതായിട്ടാണെങ്കിൽ നന്മകൾ ഞാൻ ആകർഷിക്കും. ഇനിയിപ്പം നമ്മളൊരു കാന്തശക്തിയായിട്ട് കാണാൻ എല്ലാവരും കഴിയുന്നുണ്ടല്ലോ, അല്ലേ? ഒരു കാന്തശക്തിയായിട്ട് സ്വയം കാണാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മള് ജീവിതത്തിൽ എന്തെങ്കിലും നന്മകൾ സംഭവിച്ചാൽ നമ്മുടെ തന്നെ ആകർഷണമാണ്. അങ്ങനെ വിശ്വസിക്കാൻ പഠിക്കണം. എന്നാൽ മാത്രമേ നമ്മളൊരു ക്രിയേറ്റീവ് പവറായിട്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും നന്മകൾ ചെയ്താൽ അത് മറ്റുള്ളവർ ചെയ്തു തന്നു, അതിന്റെ ഒരു ഗുണം മറ്റുള്ളവർ. അതിൽ മോശപ്പെട്ട അനുഭവം ഉണ്ടായാൽ അത് നമ്മളെ കുഴപ്പം എന്നുള്ള വിശ്വാസം മാറ്റിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ നന്മകളും നമ്മുടെ തന്നെ ഭാഗമാണ്, നമ്മൾ തന്നെ സൃഷ്ടിച്ചതാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുക എന്നുള്ളതാണ്. 5ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. ഞാൻ എന്ന വാക്കിന് ശേഷം എന്തുപയോഗിച്ചാലും അത് യാഥാർത്ഥ്യമായി വരും. ഞാൻ എന്ന വാക്കിന് ശേഷം എന്തുപയോഗിച്ചാലും അത് യാഥാർത്ഥ്യമായി വരും. നമ്മളെ കുറ്റപ്പെടുത്തി ഞാൻ ഒരു കഴിവില്ലാത്തവനാണ്, ഒന്നിനും ശരിയാവില്ലെന്ന് പറഞ്ഞാൽ കഴിവില്ലാത്ത അത് തന്നെയാണെന്ന് പറയും. തഥാസ്തു, അങ്ങനെ തന്നെ എന്ന് പറയും. ശരിയാണ് എന്ന് സബ് കോൺഷ്യസ് മൈൻഡ് തിരിച്ചു പറയും. അങ്ങനെയാണ് സാധിച്ചില്ല. അപ്പൊ ഞാനെന്ന് പറഞ്ഞ വാക്കിന് ശേഷം നമ്മൾ കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് യാഥാർത്ഥ്യമായി വരും. നമ്മുടെ വാല്യൂ ഉയരും, വർത്ത് ഉയരും. നമ്മൾ എത്രത്തോളം വാല്യൂ ഉയരുന്നു അത്രത്തോളം വാല്യൂ ഉള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ആകർഷിപ്പിക്കാൻ കഴിയുള്ളൂ. ഒരു സംശയം വേണ്ട ആ കാര്യത്തിനകത്ത്. അവർ സെൽഫ് വർത്ത് ഡിറ്റർമൈൻസ് അവർ നെറ്റ് വർത്ത്. അത് തന്നെയാണ് അർത്ഥവാക്യം. അത് അഫർമേഷൻസ് എഴുതിക്കോളൂ. ഇപ്പൊ ഈ ഞാൻ എന്ന വാക്കിന് ശേഷമുള്ള അഫർമേഷൻസ് ആണ്, ഞാൻ എന്നെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ ഞാൻ എന്ന വാക്കിന് ശേഷം വരുന്ന അഫർമേഷൻസ് ആണ് ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള. ഞാൻ എന്നെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു, സെൽഫ് വാല്യൂ വർദ്ധിപ്പിക്കാനുള്ള. ഞാൻ എന്നെ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നു, 2ാമത്തെ അഫർമേഷൻ. ഞാൻ എന്നെ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നു. ഈ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ആരും തെറ്റിദ്ധരിക്കേണ്ട, നമ്മൾ തന്നെയാണ് നമ്മളെ ആശ്രയിക്കാനുള്ളത്.
കാരണം നമ്മൾ മാത്രമാണ് നമ്മളാണ് ഈ ലോകത്ത് ഈ ജീവിതത്തിലുള്ളത്. അപ്പൊ നമ്മൾ തന്നെയാണ് നമ്മളെ ആശ്രയിക്കുന്നത്. ഞാൻ ശക്തമാണ്, ഞാൻ എന്നെ ബഹുമാനിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ ശക്തനാണ്, ശക്തയാണ്, ഞാൻ എന്നെ ബഹുമാനിക്കുന്നു. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഞാൻ ശക്തനാണെന്ന് എഴുതാം, ഞാൻ ശക്തയാണെന്ന് എഴുതാം, ഞാൻ എന്നെ ബഹുമാനിക്കുന്നു. ഇത് ഒരുമിച്ചാണ്. ഞാൻ എൻ്റെ ഊർജത്തെ ബഹുമാനിക്കുകയും സ്നേഹം കൊണ്ട് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ എൻ്റെ ഊർജത്തെ ബഹുമാനിക്കുകയും സ്നേഹം കൊണ്ട് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ എൻ്റെ ഊർജത്തെ ബഹുമാനിക്കുകയും സ്നേഹം കൊണ്ട് സംരക്ഷിക്കുകയും ചെയ്യും. ഈ ഊർജത്തെയാണ് സ്നേഹം കൊണ്ട് സംരക്ഷിക്കുന്നത് കേട്ടോ. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സ്നേഹം കൂടുതൽ നമ്മുടെ മനസ്സിലെ സ്നേഹത്തിൽ നിന്ന് വികാരം ഉണ്ടാകുമ്പോൾ നമ്മുടെ എനർജി ലെവൽ കൂടും, വൈബ്രേഷൻ കൂടും, കാന്തശക്തി കൂടും. അതാണ് അൺകണ്ടീഷണൽ ലവ്. അതേസമയം നമ്മൾ മറ്റുള്ളവരുടെ വെറുപ്പും വിദ്വേഷവും ദേഷ്യവും അല്ലെങ്കിൽ ഒക്കെയാണ് നമ്മൾ മറ്റ് വ്യക്തി പുലർത്തുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ വൈബ്രേഷൻ ലെവൽ ഊർജം ചോർന്നു പോകും. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ദേഷ്യം വരുമ്പോൾ നമ്മുടെ ഊർജം തളർന്നു പോകും. നമ്മൾ ക്രമേണ ഊർജം ചോർന്നു പോകും. അത് കാന്തശക്തി കുറയ്ക്കും. കാന്തശക്തി കുറയ്ക്കും, ലോ ലെവലിലുള്ള കാര്യങ്ങൾ ആകർഷിക്കും. പക്ഷെ നമ്മൾ ഊർജത്തെ ബഹുമാനിക്കുന്നു, ഈ സ്നേഹം കൊണ്ട് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ എൻ്റെ ഊർജത്തെ ബഹുമാനിക്കുകയും സ്നേഹം കൊണ്ട് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ എനിക്കും എൻ്റെ നന്മയ്ക്കും മുൻഗണന കൊടുക്കുന്നു. ഞാൻ എനിക്കും എൻ്റെ നന്മയ്ക്കും മുൻഗണന കൊടുക്കുന്നു. ഈ ഒരു 5 അഫർമേഷൻ കൃത്യമായിട്ട് നിങ്ങൾ ഡെയിലി ചെല്ലണം കേട്ടോ. സെൽഫ് വാല്യൂ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാം. സെൽഫ് വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയുള്ള കാലത്ത് അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ കുട്ടികളെയും ചെറുപ്രായത്തിൽ തന്നെ സെൽഫ് വാല്യൂ ഉള്ളവരായി വളർത്തി കഴിഞ്ഞാൽ അവരുടെ കാര്യം അവർ ഭംഗിയായിട്ട് നോക്കിക്കോളും. നമ്മളെ കുഞ്ഞുങ്ങളുടെ കാര്യം നമ്മൾ പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിലൊക്കെ വാല്യൂ എങ്ങനെയാണ് സെൽഫ് വാല്യൂയോടുകൂടി ജീവിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ കുഞ്ഞുനാളിൽ തന്നെ പഠിപ്പിച്ച് വിടാൻ നമ്മൾ പഠിക്കണം. അപ്പൊ അവരുടെ ലൈഫ് തന്നെ അവർക്ക് അങ്ങ് ടേക്ക് കെയർ ചെയ്യാൻ അവർ സ്വാഭാവികമായിട്ടും അവർ അട്രാക്ട് ചെയ്തോളൂ ഉയർന്ന വാല്യൂ ഉള്ള ലൈഫ്. ഞാൻ ലാസ്റ്റ് 5-ാമത്തെ നല്ലി പറഞ്ഞത്, ഞാൻ എനിക്കും എൻ്റെ നന്മയ്ക്കും മുൻഗണന കൊടുക്കുന്നു. ഞാൻ എനിക്കും എൻ്റെ നന്മയ്ക്കും മുൻഗണന കൊടുക്കുന്നു. നമ്മളെന്ന് പറഞ്ഞൊരു വ്യക്തിക്കൂടെ നല്ല പ്രയോറിറ്റി കൊടുത്തു വേണം നമ്മുടെ ജീവിതം സെറ്റ് ചെയ്യാൻ. നമ്മൾ നമുക്ക് വേണ്ടിയും കൂടെ ജീവിക്കാൻ പഠിക്കണം. താങ്ക് യു സോ മച്ച്. ഇപ്പൊ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു സോ മച്ച്. റൈസ് ചെയ്തിട്ട് ചോദിക്കണം. ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. ഹലോ. പറഞ്ഞോളാം. ഓക്കെ സർ. ഞാൻ ഓൾറെഡി സാറിന്റെ അടുത്തൊരു മാനിഫെസ്റ്റേഷൻ പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കഴിഞ്ഞ വോർട്ടെക്സിന്റെ ഒരു ഡെമോ ക്ലാസ് ഇല്ലായിരുന്നോ? ഡെമോ ക്ലാസ്സിൽ ഞാൻ പങ്കെടുത്തു. അപ്പൊ ഓൾറെഡി എനിക്ക് പങ്കെടുക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നേ. സാറിന്റെ ക്ലാസ്സിന് ഓൾറെഡി പങ്കെടുക്കാൻ ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ ആഗ്രഹിക്കാറുണ്ടായിരുന്നു പങ്കെടുക്കണമെന്ന്. അങ്ങനെ ലൈവ് ഒന്നും ഞാൻ കാണാറില്ലായിരുന്നു. ആദ്യമായിട്ടാണ്, 2ാമത്തെ എന്റെ ലൈവ് ക്ലാസ് ആണ്. അന്ന് ഡെമോയുടെ ക്ലാസ് കണ്ടത്. അപ്പൊ ക്ലാസ് കണ്ട് ഞാൻ പ്രദീപ് സാറിനെ വിളിച്ചു ചോദിച്ചു, സാറിന്റെ ഡെമോക്ക് പങ്കെടുത്ത് എനിക്ക് എന്റെ ലൈഫിൽ, ഞാനിപ്പോ ഓൾറെഡി മോട്ടിവേഷൻ സ്പീക്കർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്, പക്ഷെ എന്റെ ലൈഫിൽ വലിയൊരു ഡ്രീം ഉണ്ട്. എനിക്ക് ഭാവിയിൽ ഒരു പ്രൊജക്ട് ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോ അതിനുവേണ്ടി പ്രദീപ് സാറിനെ സമീപിച്ച സാറ് പറഞ്ഞു, നിങ്ങളൊന്ന് എന്തായാലും സാറിന്റെ മോണി ഷെറഫ് സാറിന്റെ ക്ലാസ്സിൽ പങ്കെടുത്ത് നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങളുടെ ആ പ്ലാൻ ഒക്കെ സക്സസ് ആവും എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും എനിക്ക് സാറിന്റെ ക്ലാസ് പങ്കെടുക്കുക എന്നുള്ളത് പണ്ടേ എന്റെ ആഗ്രഹമാണ്. അപ്പൊ എല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ ഓൾറെഡി ക്ലാസ്സിന് ജോയിൻ ചെയ്തു. എനിക്കിപ്പോ ഇന്ന് ലൈവ് വരെ വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ് സാറിനോട് ഞാൻ ഇപ്പോഴാവുമ്പോ കുറെ ലൈവിലുള്ള ആളുകൾക്കും കൂടി ഇതൊന്ന് കേൾക്കാലോ എന്ന് കരുതിയിട്ടാണ് ഇപ്പൊ തന്നെ ഷെയർ ചെയ്യുന്നത്. മറ്റു രാത്രി സാറിന്റെ ലൈവിൽ ഷെയർ ചെയ്യാന്ന് കരുതിയതായിരുന്നു. ഓക്കെ. അപ്പോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിവിടെ കോഴിക്കോട് ഒരു മെഡിറ്റേഷന്റെ ഒരു സെന്റർ ഉണ്ടാക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് വലിയൊരു പ്രൊജക്റ്റാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 ഏക്കർ സ്ഥലത്ത് ചെയ്യണം എന്ന് വെച്ചൊരു പ്രൊജക്റ്റാണ്. അപ്പോ ഞാനൊരു 2 മാസം മുമ്പേ ഒരു സിനിമയിലുള്ള ഒരു പ്രൊഡ്യൂസറെ കൗൺസിലിംഗ് ചെയ്തിരുന്നു. അപ്പൊ കൗൺസിലിംഗ് അവരുമായിട്ട് സംസാരിച്ചു. അന്നാദ്യമായിട്ട് ഫീസ് ഒന്നും വാങ്ങിക്കാതെ സംസാരിച്ചു. ഒരു സഹോദരനെ പോലെ സംസാരിച്ചു.
അപ്പൊ ആ ഒരു നന്ദി കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ പ്രശ്നം സോൾവ് ആയി. അങ്ങനെ അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോ ഞാൻ യാദൃശ്ചികമായിട്ട് എന്റെ പ്രൊജക്ടിന്റെ കാര്യം മനഃപൂർവ്വമല്ല യാദൃശ്ചികമായിട്ട് പറഞ്ഞു. അപ്പൊ പറഞ്ഞപ്പോ എന്താ പറയാ, അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു അതേ ഒരു കോളിൽ തന്നെ അദ്ദേഹം എനിക്ക് ഗോകുലൻ ഗോപാലന്റെ ക്ലോസ് ഫ്രണ്ടുമായിട്ട് കണക്ട് ചെയ്തു തന്നു. അങ്ങനെ അവര് പറഞ്ഞു ഒരാഴ്ചക്കകം ഗോപാലേട്ടന്റെ അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചു തരാം, നിങ്ങൾ നിങ്ങളുടെ പ്ലാൻ ഒക്കെ ബ്ലൂ പ്രിന്റ് ആക്കിയിട്ട് വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടി. കാരണം നമ്മുടെ കയ്യിൽ ഓൾറെഡി ആ എമൗണ്ട് പോലും ഇല്ലാണ്ട് അവര് ഫ്രീ ആയിട്ട് അവർ ഈ പ്രൊജക്ട് ചെയ്തു തരാം, പക്ഷെ ഒരു ട്രസ്റ്റിന്റെ കീഴിലായിരിക്കും എന്നുള്ള ഒരു ഓഫർ തന്നു. സാർ ഒന്ന് ആലോചിക്കണം, സാറിന്റെ ക്ലാസ്സിൽ ചേർന്നതിന് ശേഷമാണ് ഒരു 2-3 ദിവസം കൊണ്ടാണ് എനിക്ക് ഈ ഒരു സംഭവം ഒരു അത്ഭുതകരമായിട്ട് സംഭവിച്ചത്. ഓക്കെ, അപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ ഞാൻ ആ ഒരു ഓഫർ സത്യത്തിൽ ഞാൻ സ്വീകരിച്ചില്ല. ഞാൻ അതിന് പകരം അവരുടെ അടുത്ത് വേറൊരു കാര്യം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, എനിക്ക് ക്യാഷ് ഉണ്ടാക്കിയിട്ട് ആ പദ്ധതി ഉണ്ടാക്കാനാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് കൊച്ചി പോലുള്ള സ്ഥലത്ത് അവർക്ക് ഒരുപാട് സിനിമയുടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ എനിക്ക് നല്ല പേയ്മെന്റിൽ അവിടെ ക്ലാസ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി തരണം, ക്യാഷ് ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അതാണ് എന്റെ ആഗ്രഹം. വെറുതെ കിട്ടുന്നതിലും നല്ലത് ഞാൻ ഓർത്തു നമുക്ക് തന്നെ ഉണ്ടാക്കാലോ എന്നല്ല. അപ്പൊ അവര് ഓൾറെഡി ഒരു പ്രോഗ്രാം ഈ അടുത്ത് ഫിക്സ് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ മാസം 20 ദിവസത്തിന്റെ ഉള്ളിൽ കൊച്ചിയിൽ ഒരു പ്രോഗ്രാം ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. സർ, ഞാൻ ഇത്രയും മാനിഫെസ്റ്റേഷനും എല്ലാം മുമ്പേ പ്രാക്ടീസ് ചെയ്യാറുണ്ടെങ്കിലും ഇത്ര സ്പീഡിൽ ഫാസ്റ്റ് ആയിട്ട് ഹീലിംഗ് ഉണ്ടാക്കുന്ന ഒരു മാജിക് ആണ് സാറിന്റെ ക്ലാസ്സിൽ. അതെനിക്ക് പറയാണ്ട് വയ്യ. അപ്പൊ ഇത്രയും ആളുകൾ അത് കേൾക്കാൻ വേണ്ടി തന്നെ ഞാൻ പറയുന്നത്. കാരണം അതെനിക്ക് വാക്കുകളോട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല സർ. സാറിന്റെ ഒരു ആത്മാർത്ഥത കൊണ്ടാണ് ആളുകൾക്ക് ഇത്ര ഹീൽ ഉണ്ടാവുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. തീർച്ചയായിട്ടും താങ്ക് യു സർ. താങ്ക് യു അഞ്ജന, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് അഞ്ജന. അത് ഞാൻ ക്ലാസിന്റെ ഒരു പ്രത്യേകത പറയുമ്പം പ്രധാനമായിട്ടും അത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഹീലിംഗ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. പലർക്കും ക്ലാസ്സിലിരിക്കുമ്പോൾ തന്നെ അവരുടെ ചെറുതും വലുതുമായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ നടക്കാറുണ്ട്. കാരണം പറഞ്ഞാൽ ആ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫസ്റ്റ് പ്രൊജക്ട് ആ ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ ഹീലിംഗ് ആണ്. ഹീലിംഗ് നടത്തിയ ആളുകളുടെ ഇന്നർ ഹീലിംഗ് നടക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ആ ഒരു ബ്ലോക്കുകളൊക്കെ മാറി സ്വാഭാവികമായിട്ടുള്ള അട്രാക്ഷൻ നടക്കും എന്നുള്ളതാണ് ഉറപ്പായിട്ടും. താങ്ക് യു സോ മച്ച് അഞ്ജന, ഷെയർ ചെയ്തത്. താങ്ക് യു സോ മച്ച്. ഷിഹാബ് പറയും. കൺഗ്രാചുലേഷൻസ് അഞ്ജന. അതുപോലെ ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. ഷിഹാബ് പറയും. സാർ, ഈ സെറ്റ് പോയിന്റ് എങ്ങനെ ലെവലാക്കല്? അത് നമ്മൾ സെറ്റ് പോയിന്റ് ഡെവലപ്പ് എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ സെറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിശ്ചിതമായ നിരന്തരമായിട്ട് വൈബ്രേഷൻ ഉയർത്തി നമ്മൾ നല്ല ഈ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് കൃത്യമായിട്ട് ഉയർന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഉയർന്ന വൈബ്രേഷൻ ലെവലിലേക്ക് എത്തും. ആ ലെവലിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് പറ്റും? നമുക്ക് സ്വാഭാവികമായിട്ടും അത് അവിടെ ഈ സെറ്റ് ആവും. ഒരു കാര്യം നിരന്തരമായിട്ട് ഒരു സ്ഥലത്ത് ഉയർന്നു നിൽക്കുമ്പോൾ അവിടെ സെറ്റ് ആവും. അതിനാണ് സെറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. വൈബ്രേഷൻ സെറ്റ് പോയിന്റ്. അത് പക്ഷേ നമ്മൾ വൈബിനെ ഉയർത്തി മരമായി നിർത്തണം. അപ്പൊ സാധാരണ സംഭവിക്കുന്നത് നമ്മൾ വൈബ് കുറച്ചേരം ഉയരും, പിന്നെ നമ്മൾ നെഗറ്റീവായിട്ട് എന്തെങ്കിലും പോകും, വൈബ് താഴും, അത് ഫ്ലക്ച്വേറ്റ് ചെയ്ത് പോകും. പക്ഷെ ഇതങ്ങനെയല്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നിരന്തരമായിട്ട് ആ ഒരു വൈബ്രേഷനെ ഉയർത്തി നിർത്തുമ്പോൾ ക്രമേണ ആ വൈബ് അവിടെ സെറ്റ് ആവും. അതാണ് ബോധതലം ഉയരുമെന്ന് പറയും. നമ്മൾ ബോധതലം ഉയർന്നിട്ട് നമ്മൾ ആ ഒരു മാപ്പ് ഓഫ് കോൺഷ്യസ്നെസിന്റെ വിവിധ ബോധതലങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആ ബോധതലം സെറ്റ് ആവുന്നത് ഈ സെറ്റ് പോയിന്റിലാണ്. അപ്പൊ നമ്മൾ ഉയർന്ന കറേജ്, വില്ലിങ്സ്, ആ പവർ എന്ന് പറയുന്ന ഉയർന്ന സെറ്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ന്യൂട്രാലിറ്റി, വില്ലിങ്നെസ് എന്ന് പറഞ്ഞിട്ട് ഉയർന്ന ബോധതലങ്ങളിലേക്ക് നമ്മൾ അവിടെ തന്നെ കുറെ ദിവസങ്ങളോ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു ബോധതലത്തിൽ അവിടെ സെറ്റ് ആവും. ഒരു കാര്യം ഒരു കാലത്ത് കുറച്ച് നിൽക്കുമ്പോൾ അവിടെ സെറ്റ് ആവും എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വൈബ് ഉയർത്തി തന്നെ നിർത്തും. നമ്മൾ പ്രാക്ടീസ് നിലനിർത്തുമ്പോൾ അവിടെ സെറ്റ് ആവുന്നതാണ് സെറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ആ ഒരു സെറ്റ് പോയിന്റിലായിരിക്കും അപ്പൊ നമ്മുടെ ബോധതലം. അതായിരിക്കും നമ്മുടെ ബോധം. അപ്പൊ അവിടെ ആ സെറ്റ് ആവുമ്പോൾ നമുക്ക് ആ ഒരു ലെവലിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ കൂടുതലായിട്ട് പിന്നെ ആകർഷിക്കുന്നത്. പിന്നെ അത് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത നെക്സ്റ്റ് ലെവലിലേക്ക് പോകാം. പക്ഷെ അവിടെ നമ്മൾ അലസത കാണിക്കുകയോ നെഗറ്റീവായിട്ട് കൂടുതൽ ആക്ടിവിറ്റീസിൽ കരുതിക്കൂട്ടി നമ്മൾ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഡൗൺ ആയിട്ട് പിന്നെ താഴോട്ട് വന്നിട്ട് അവിടെ സെറ്റ് ആവും. അതുകൊണ്ട് നമ്മൾ പറയുന്നത് മനുഷ്യൻ എപ്പോഴും കരുതിക്കൂട്ടി പോസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം ശ്രമിക്കണം. അതാണ് പറയുന്നത്. അപ്പൊ സെറ്റ് പോയിന്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒന്നാണ്. നമ്മൾ നല്ല മനുഷ്യരായി തുടർച്ചയായിട്ട് ജീവിച്ചിരുന്നാൽ മാത്രമേ നല്ല മനുഷ്യരാവുക എന്നുള്ളതാണ് ഏറ്റവും മികച്ച സ്വഭാവമുള്ള നല്ല മനുഷ്യരായി, സ്നേഹവും എല്ലാവരുമായിട്ടും സഹായിക്കാനുള്ള മനോഭാവവും ഒക്കെ ഉള്ള നല്ല മനുഷ്യരായി തുടരുമ്പോൾ
നമുക്ക് വൈബ് ഉയർന്ന് തന്നെ നിൽക്കും. നമ്മൾ നെഗറ്റീവായി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും, അവരുടെ ദേഷ്യപ്പെടും, വെറുക്കുകയും വിദ്വേഷം വെച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നെഗറ്റിവിറ്റിയിലേക്ക് താഴ്ന്നിട്ട് എന്ത് ചെയ്യും? താഴ്ന്ന ലെവലിൽ താഴേക്ക് പോകും. അങ്ങനെയാണ് അത് വരുന്നത്. ഇത് മനുഷ്യന്റെ ക്യാരക്ടർ വെച്ചിട്ടും അവന്റെ ആക്ടിവിറ്റീസ് വെച്ചിട്ടും നിരന്തരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ, താങ്ക് യു. വിവിധ ഭയങ്ങൾ, ഉത്കണ്ഠ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ, മടി, അലസത, മാറ്റിവെക്കാനുള്ള മനോഭാവം, ഇവയ്ക്കെല്ലാം കാരണമായിട്ടുള്ള ഉപബോധ മനസ്സിലെ മുറിവുകളെ അല്ലെങ്കിൽ നെഗറ്റീവ് മുദ്രണങ്ങളെ ക്ലീൻ ചെയ്ത് സുഖപ്പെടുത്തി നമ്മെ ആത്മധൈര്യമുള്ളവരും ഊർജ്ജസ്വലരും ശക്തരുമാക്കുവാൻ സഹായിക്കുന്നതിനോടൊപ്പം തന്നെ സെൽഫ് ലവ്, സെൽഫ് എസ്റ്റീം, സെൽഫ് റെസ്പെക്ട് എന്നിവയെല്ലാം വർദ്ധിപ്പിച്ച് ബന്ധങ്ങളുടെ കെട്ടുറപ്പ്, ജോലിയിലും ബിസിനസ്സിലുമുള്ള ഉയർച്ച, മികച്ച ആരോഗ്യം ഇവയൊക്കെ നേടുവാൻ സഹായിക്കുന്ന സ്പിരിച്വൽ പ്രാക്ടീസുകളുടെ ഒരു സിസ്റ്റമാണ് ദി വോർട്ടെക്സ് എന്ന കോഴ്സ് നൽകുന്നത്. അതുപോലെ തന്നെ വിവിധ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസുകളും സിമ്പിളായി പഠിപ്പിക്കുന്നു. 15 ദിവസത്തെ ഓൺലൈൻ ക്ലാസും 100 ദിവസത്തെ പ്രാക്ടീസ് ഫോളോ അപ്പുമാണ് ഈ കോഴ്സിലുള്ളത്. നിങ്ങളുടെ ജീവിതത്തിലെ വിഷയങ്ങൾ പരിഹരിക്കുവാൻ ഈ കോഴ്സ് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നറിയുന്നതിന് വേണ്ടി ഇവിടെ നൽകിയിട്ടുള്ള നമ്പറിൽ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്യുക. സതീഷ് സാർ പറയൂ. സതീഷ്. സാർ നമസ്കാരം. നമസ്കാരം. സ്റ്റുഡന്റ് ആണ് സതീഷ് സാർ. സാറിനെ കണ്ടിട്ട് കേൾക്കുന്നുണ്ടോ സാർ? കേൾക്കുന്നുണ്ട്. പറഞ്ഞു. സാറ് ലൈവ് ഞായറാഴ്ച ക്ലാസ്സുകളിൽ ഇടയ്ക്ക് കയറാറുണ്ട്, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല. സാറിനെ കണ്ടിട്ട് കുറേയായി. ഏതായാലും ഇന്ന് 2 കാര്യങ്ങളാണ്. ഒന്ന്, സാറിന്റെ കുറെ വാക്കുകൾ ഭയങ്കരമായിട്ട് നമ്മളെ ജീവിതത്തിനെ സ്ട്രെങ്ത് ചെയ്യുന്നതാണ്. പക്ഷെ ഒന്ന് അത്യപരമായ എന്നൊക്കെ പറയുമ്പോ അത് നേരിട്ട് നമ്മളെ എന്നെ അത്രയ്ക്ക് സ്വാധീനിക്കുന്ന ചില വാക്കുകളാണ്. എനിക്കത് സാറോട് തുറന്ന് പറഞ്ഞേ മതിയാ. പിന്നെ സാർ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ നല്ല മനുഷ്യനാവുക എന്ന് പറയുന്ന ആ ഒരു മെസ്സേജ്, അതൊക്കെ ശരിക്കും ജീവിതത്തിന്റെ മുന്നോട്ട് പോക്ക് നല്ലതൊക്കെ സ്വാധീനിക്കുന്ന ഒരു സ്പെഷ്യൽ ഊർജ്ജമാണ് എന്തായി കഴിഞ്ഞാൽ. രണ്ടാമത്തെ ഇപ്പൊ ഈ ക്ലാസ്സിൽ കിട്ടിയിട്ടുള്ള ഒരു കാര്യം, അഞ്ജന മാഡം ഷെയർ ചെയ്ത ഒരു കാര്യം, ഒരു മാനിഫെസ്റ്റേഷൻ നടന്നതിന്റെ അത് നമുക്ക് ഒരു പ്രചോദനം തന്നെയാണ്. മാഡത്തിന്റെ നാട്ടുകാരിയാണ്. ഒന്ന് ഞാൻ കോഴിക്കോടാണ്. മാഡത്തിനെ പറ്റി ഒന്ന് അറിയാൻ, എവിടെയാന്നുള്ളത് അറിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് ഗ്രൂപ്പിനകത്തുണ്ടല്ലോ. ഓക്കെ. ഏതായാലും താങ്ക് യു സാർ. നന്നായിട്ട് വേറെന്തെങ്കിലും ക്വസ്റ്റ്യൻ? ഞാൻ ക്വസ്റ്റ്യൻസ് കുറേ ഇത് വന്നിട്ടുണ്ട്. ഞാൻ നോക്കാം കേട്ടോ. എനിക്ക് ഇടയ്ക്ക് നോക്കാൻ പറ്റിയില്ല. ഞാൻ ഇതെല്ലാം നോക്കിയിട്ട് ഞാൻ അടുത്തതിന് സ്റ്റാർട്ടിങ്ങിൽ ഒരു പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോവാം. എല്ലാവരുടെയും കമന്റ് ഞാൻ വളരെ വാല്യൂ ആണ് നൽകുന്നത്. എല്ലാവരുടെയും സമയത്തിന് വാല്യൂ ഉണ്ട്. നമുക്ക് ഇന്ന് തൽക്കാലം നിർത്തിയാലോ? വേറെ ആർക്കെങ്കിലും വായനാശീലവും സമ്പന്നതയും തമ്മിൽ ബന്ധമുണ്ടോ? വായനാശീലം മാത്രം പോരാ, നമുക്ക് അതിലൂടെ നമ്മൾ നേടുന്ന ഒരു അറിവും അത് നമ്മുടെ ബോധതലവും നമ്മുടെ ചിന്താരീതിയും എല്ലാം അതിനകത്ത് ബന്ധം വരും അതുമായിട്ട് കേട്ടോ. വായന കൊണ്ട് മാത്രമല്ല, അത് നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു. നല്ല ബുക്കുകൾ വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വൈബ് ഉയരാറുണ്ട്. നല്ല ഗ്രന്ഥങ്ങൾ വായിക്കും, നല്ല പോസിറ്റീവായിട്ടുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ വൈബ് ഉയരുമല്ലോ, പോസിറ്റീവായിട്ടുള്ള. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മൾ അത് വൈബ് ഉയർന്നതിന്റെ ഭാഗമായിട്ട് ജീവിതത്തിന്റെ ക്വാളിറ്റി വരും. പക്ഷെ വായനാശീലം എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള പുസ്തകങ്ങൾ എന്നുള്ളത് സ്വാധീനിക്കും. അതാണ് പ്രധാനം. താങ്ക് യു സോ മച്ച്. ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. ഇന്നത്തെ സെഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഒരുപാട് മറ്റു ക്വസ്റ്റ്യൻസ് ഒന്നും ഒരുപാട് കണ്ടില്ല എന്നുള്ള കിട്ടിയില്ല. കുഴപ്പമില്ല, നമുക്ക് ഇനി നോക്കാം. ഞാൻ ചാറ്റിലുള്ളത് ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാം. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. മെഡിറ്റേഷൻ ചെയ്തിട്ട് പോയാൽ പ്രദീപ ഒന്ന് മ്യൂട്ട് ചെയ്തിട്ടില്ല മെഡിറ്റേഷൻ. കാരണം പറഞ്ഞാൽ മെഡിറ്റേഷൻ ചിലർക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് പറയുന്നത്, അതുകൊണ്ടാണ്. താങ്ക് യു സാർ. താങ്ക് യു സാർ.